ഏവർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. തുടർന്ന് വരാൻ പോകുന്നത് ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരി മാസത്തിൽ 12 രാശിക്കാരായ 27 നക്ഷത്രക്കാരായ ആളുകളുടെ മാസഫലമാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു മാസമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആ മാസത്തെ എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വളരെ നല്ല സമയമാണ് ഫെബ്രുവരി മാസം പ്രദാനം ചെയ്യാൻ പോകുന്നത്. വരുമാനത്തിൽ നല്ല വർധനവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജനുവരി മാസത്തെ അപേക്ഷിച്ച് ഫെബ്രുവരി മാസത്തിൽ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതാണ്. ഇനി ബിസിനസ്സുകാരുടെ കാര്യത്തിലേക്ക് വന്നാൽ നേട്ടത്തിൻ്റെ സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക്, വ്യാപാരി വ്യവസായികൾക്ക് നേട്ടത്തിൻ്റെ സമയമാണ്. അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യം കൂടി മേടം രാശിക്കാർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ധനപരമായ ഒരു വർധനവ് ഉണ്ടാകുന്നതോടുകൂടി നമ്മൾക്ക് ആവശ്യമുള്ള ആഡംബരം ഉണ്ടാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ആഡംബരം ഏതൊക്കെ രീതിയിലാണോ നമ്മളുടെ ആഡംബരം എന്ന ചിന്ത, അതായത് ഒരു വാഹനം വാങ്ങുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഗൃഹത്തിന് മൂടി പിടിപ്പിക്കുമ്പോഴായിരിക്കും, അങ്ങനെ ഏത് വിധേനയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഡംബരപൂർണ്ണമായ ഒരു മാസമാക്കി മാറ്റാൻ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുമോ അതൊക്കെ വാങ്ങിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളിലേക്ക് ധനം ഗണ്യമായ രീതിയിൽ എത്തുന്നത് നിമിത്തം. അങ്ങനെ ധനത്തിൻ്റെ ഒരു വരവുണ്ടാകുന്ന മാസമാണ് വരാൻ പോകുന്ന ഫെബ്രുവരി. സന്തോഷ ദാമ്പത്യത്തിൻ്റെ ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അനാവശ്യമായ കോപം ഒന്ന് ഒഴിവാക്കുക എന്നതാണ്. ഏതിനും എടുത്ത് ചാടിയുള്ള സംസാരം അല്ലെങ്കിൽ പ്രവൃത്തി, ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെന്ന് മറ്റുള്ളവരുടെ, അല്ലെങ്കിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും അല്ലെങ്കിൽ ഒരാളുടെ കോപം കാണിക്കുകയും ചെയ്യുമ്പോൾ അനാവശ്യ ശത്രുതാ മനോഭാവം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ അതിലൂടെ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ മേടം രാശിക്കാരായ ആളുകൾ വരുന്ന ഫെബ്രുവരി മാസത്തിൽ ചെയ്യേണ്ട കാര്യം കോപം ഒന്ന് അടക്കുക. ആരുമായി അനാവശ്യ എതിർപ്പിനോ സംസാരത്തിനോ പോകാതിരിക്കുക. കാരണം നല്ലൊരു സമയമാണ്. എന്തിനാണ് മറ്റുള്ളവരുടെ വൈരാഗ്യം, അനാവശ്യ ബുദ്ധിമുട്ടുകളിലേക്ക് ചെന്ന് നമ്മുടെ ഭാഗ്യത്തിന് നമ്മളാൽ തന്നെ ഒരു കളങ്കം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ കോപമാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. ഇടവമാണ് അടുത്ത രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർ. ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അല്പം നഷ്ടങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടുന്ന, അതായത് ബിസിനസ് ചെയ്യുന്നവർ കൂടാതെ ഇടവം രാശിക്കാർ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസം കൂടിയാണ് വരാൻ പോകുന്ന ഫെബ്രുവരി. കാരണം ആരോഗ്യപരമായി അല്പം ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ ഒക്കെ ചെറിയ തോതിൽ വന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. അതേപോലെ തന്നെ കർമ്മമേഖലയിൽ പ്രൊമോഷനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അല്പം കടങ്ങളോ അല്ലെങ്കിൽ ഒരു ഞെരുക്കവും നമ്മൾ പറയാറില്ലേ, അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു പോകാനുള്ളൊരു ഒരു സമയം കൂടിയാണ്. അതിന് ശേഷം വരുന്ന മാർച്ച് 29 മഹാശനിമാറ്റം വരുന്നതിന് ശേഷം പിന്നീടുള്ള സമയങ്ങൾ സാമ്പത്തികമായി വളരെ തോതിലുള്ള മാറ്റം നിങ്ങളിലേക്ക് എത്താൻ കൂടി പോവുകയാണ്. മിഥുനമാണ് അടുത്ത രാശി. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സന്തോഷ വാർത്താ ശ്രവണത്തിനുള്ള ഭാഗ്യം ഫെബ്രുവരി മാസത്തിൽ കാത്തിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആഗ്രഹ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് സന്തോഷിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, കുടുംബത്തിലേക്കും ആ സന്തോഷ വർധനം ഉണ്ടാകുന്നത്. അതായത് നിങ്ങളുടെ കുടുംബത്തിന് മുഴുവനും സന്തോഷമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യം ഫെബ്രുവരി മാസത്തിൽ സംഭവിക്കാനായി പോകുന്നുണ്ട്. നിങ്ങൾ എടുക്കേണ്ട തിടുക്കപ്പെട്ടൊരു തീരുമാനത്തിനും എടുത്തു ചാടാതിരിക്കുക. അതായത് വളരെയധികം നല്ല കാര്യങ്ങൾ വന്ന് ഭവിക്കുന്ന ഒരു സമയമായതിനാൽ തന്നെ ചിലപ്പോൾ ചില എടുക്കുന്ന തീരുമാനങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് എത്താനുള്ളൊരു സാധ്യത നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. കുടുംബത്തിൽ മംഗളകരമായ പല കർമ്മങ്ങൾ നടക്കാനും നിങ്ങൾക്കത് സാക്ഷ്യം വഹിക്കാനും സാക്ഷിയാകാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ മിഥുനം രാശിക്കാർക്ക് വരാൻ പോകുന്ന ഫെബ്രുവരി മാസം വളരെ ഉത്തമമായ ഒരു സമയമാണ്. കർക്കിടകമാണ് അടുത്ത രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ശുഭകരമായ മാസമാണ് ഫെബ്രുവരി. ദീർഘദൂര യാത്രകൾക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അത് വിദേശ യാത്രയാകാം, അല്ലെങ്കിൽ സന്തോഷകരമായി കുടുംബത്തോടൊപ്പമുള്ള ഉല്ലാസയാത്രകളൊക്കെ ആകാം. വിദ്യാർത്ഥികൾ പഠിത്തത്തിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കും. കാരണം ചില ഉല്ലാസയാത്രകളൊക്കെ വേണ്ടി വരുമ്പോൾ പഠിത്തം ഒന്ന് മുടങ്ങേണ്ട അവസ്ഥയൊക്കെ വരുമ്പോൾ പിന്നീട് അത് നമുക്ക് ഭാരമായി മാറാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നിങ്ങളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യാത്രകളൊക്കെ വേണ്ടി വരികയും ചെയ്യും. കാരണം സന്തോഷവും വേണം, പഠിത്തവും എല്ലാം ഒപ്പം കൊണ്ടുപോകുമ്പോൾ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു
ജീവിതമാവുകയുള്ളൂ. അല്ലാതെ പഠിത്തം മാത്രമാകരുത്, അല്ലെങ്കിൽ ഉല്ലാസവും മാത്രമാകരുത്. രണ്ടും ഒപ്പത്തിനൊപ്പം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ബിസിനസ്സുകാർ ചെയ്യുന്നത് അനാവശ്യ തർക്കങ്ങളിലേക്ക്, അതായത് നമ്മൾക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ അയാളുമായി അനാവശ്യമായ തർക്കങ്ങളിലേക്ക് പോകാതെ നമ്മൾ നമ്മുടെ മേന്മയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന തീരുമാനത്തിൽ മാത്രം പോകുക. അല്ലാതെ വെല്ലുവിളിക്കാനോ അവരെ വാശി കയറ്റാനോ ഒന്നും ഫെബ്രുവരി മാസത്തിൽ ശ്രമിക്കാതിരിക്കുക. ഇത് മാസഫലമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അറ്റകുറ്റപ്പണിക്കായി ധാരാളം പണമൊക്കെ ചിലവാക്കേണ്ടതായി വരും. അത് വീട്ടിൻ്റെ പണികളാകാം, അല്ലെങ്കിൽ വാഹന സംബന്ധമായി, അങ്ങനെ അല്പം ധനമൊക്കെ കയ്യിൽ നിന്ന് അനാവശ്യമായി ചിലവാകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, എതിരാളികൾ നമ്മളെക്കാൾ കരുത്തരാണ് നമ്മൾക്കൊപ്പമുള്ള എതിരാളികൾ, നമുക്ക് ചുറ്റുമുള്ളതെന്ന് മനസ്സിലാക്കുക. അല്ലാതെ അവരെ വില കുറച്ച് കാണാനോ അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ അത്ര ബുദ്ധിയില്ല അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്നും കഴിയില്ല എന്നല്ല, നമ്മളെക്കാൾ എപ്പോഴും ഷാർപ്പായിട്ടുള്ള ഒരു ബ്രെയിനാണ് അവർക്കുള്ളത് എന്ന ചിന്തയോടുകൂടി എപ്പോഴും നമ്മൾ വിദ്യാർത്ഥികളാണെങ്കിലും അല്ലെങ്കിൽ ജോലി ഏത് മേഖലയുള്ളവരാണെങ്കിലും ചിന്തിക്കണം, നമ്മളുടെ മുന്നേ പോകുന്നയാൾ അവൻ നമ്മളെക്കാൾ ഒരുപടി മുന്നിലാണ്, ബുദ്ധിയിലും അല്ല. അല്ലാതെ അവർ എപ്പോഴും നമ്മളുടെ പിന്നിലാണെന്നല്ല. ഏതൊരാളെ കാണുമ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മളെക്കാൾ ഒരുപടി മുന്നിലാണ് അവർ. അവരുടെ ഒപ്പം എത്താനോ അല്ലെങ്കിൽ അവരെക്കാൾ ഒരുപടി മുന്നിൽ എത്താനോ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൂടാതെ അവരുമായി നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നുള്ള സംസാരങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക. അതൊക്കെ ശത്രുതാ മനോഭാവം മറ്റുള്ളവരിൽ ഉണ്ടാക്കുകയാണ്. എന്തിനാണ് വെറുതെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത്? അപ്പോൾ ഇത് മുന്നേ പറഞ്ഞു തരികയാണ്. ഫെബ്രുവരി മാസം എന്നൊക്കെ പറയുമ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ നിന്നെക്കാട്ടി മേന്മയിൽ പോകും, അല്ലെങ്കിൽ ഞാൻ നിന്നെക്കാട്ടി പ്രോഫിറ്റ് ഉണ്ടാകും എന്നൊക്കെ ചിലപ്പോൾ ഒരു വെറുതെ പറയാറുണ്ട്. അങ്ങനെയൊന്നും പറയാതെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനായി ശ്രമിക്കുക. അടുത്ത രാശി ചിങ്ങമാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സ്ഥാനക്കയറ്റത്തിൻ്റെ, അതായത് പ്രൊമോഷൻ്റെ സമയം കാണുന്നുണ്ട്. വരുന്ന ഫെബ്രുവരി മാസം സാമ്പത്തികമായി വളരെയധികം നേട്ടത്തിൻ്റെ സമയമാണ്. ഭാവിയിൽ നേട്ടത്തിലേക്ക് വഴിതെളിക്കുന്ന പല കാര്യങ്ങളും ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായി സാധിക്കും. ഗൃഹാന്തരീക്ഷം വളരെ സന്തോഷകരമായ ഒരു സമയമാണ്. ഏറ്റവും പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ഒരു മാസം കൂടിയാണ്. അതായത് വിവാഹ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സിലേക്ക് കടക്കുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ പുതിയതായി ഒരു കോഴ്സിലേക്ക് ചേരുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. നമ്മളവിടെ ആ ഒരു തിരിയുകയാണ്, അതായത് ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് ഉള്ളത്. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ ജീവിതത്തെ ഭാവിയിലേക്ക് ഉയർച്ചയിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളും ഫെബ്രുവരി മാസത്തിൽ തീരുമാനമെടുക്കാനുള്ള ഒരു സമയം കൂടിയാണ് വരുന്നത്. കന്യയാണ് അടുത്ത രാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി സ്ഥലത്ത് ബഹുമാനം വർദ്ധിക്കാനുള്ളത്. ബഹുമാനം നിങ്ങൾ ചെയ്ത പ്രവൃത്തികളുടെയൊക്കെ ഫലമായിട്ട് ആദരവ് അല്ലെങ്കിൽ ഒരു ബഹുമാനം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അതുകൂടാതെ ചിലപ്പോൾ പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നു. അതുവഴിയും കൂടുതൽ നമുക്ക് ബഹുമാനം കിട്ടുകയാണ് ചെയ്യുന്നത്. സാമ്പത്തിക നേട്ടത്തിൻ്റെ സമയമാണ്. അമിത ചിലവ് വരാതിരിക്കാൻ ശ്രമിക്കുക. കയ്യിലേക്ക് ധനമൊക്കെ വരുമ്പോൾ അമിതമായി പലതും വാങ്ങാനുള്ള ഒരു താല്പര്യം അത് ഏത് മനുഷ്യനും ഉണ്ടാകുന്ന ഒരു കാര്യം. അത് നിങ്ങളിലേക്ക് ചിലപ്പോൾ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അമിത ചിലവ് നമ്മൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വന്നു പോയാലോ എന്നതുകൊണ്ട് പറയുകയാണ് ചിലവുകളൊന്ന് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആരോഗ്യം ശ്രദ്ധിക്കുക. അധിക ചുമതലകളൊക്കെ വരുമ്പോൾ ആരോഗ്യകാര്യങ്ങൾ, ആഹാരം കറക്റ്റ് സമയത്ത് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ മരുന്ന് കറക്റ്റ് സമയത്ത് കഴിക്കാതിരിക്കുക എന്ന ചിന്തയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഫെബ്രുവരി മാസത്തിൽ ആരോഗ്യം കൃത്യമായി സൂക്ഷിക്കുക. പിരിമുറുക്കുക, അതായത് ടെൻഷനുകൾ, അല്ലെങ്കിൽ മനസ്സിനകത്ത് ജോലി തിരക്ക് കൂടുന്നതനുസരിച്ച് നമുക്ക് ആകെ ഒരു ടെൻഷനും പ്രാളവും, അല്ലെങ്കിൽ ഒരു അറിയാമല്ലോ, നിങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെ അറിയാമല്ലോ, നമുക്ക് ഓരോ IT മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കാകുമ്പോൾ അത്രത്തോളം ടെൻഷനും ബുദ്ധിമുട്ടും ഉറക്കം പോലും ഇല്ലാത്ത സമയങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കുക ഈ വരുന്ന ഫെബ്രുവരി മാസം. കാരണം ചിലപ്പോൾ ആരോഗ്യപരമായ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ഭവിക്കാനുള്ളൊരു സാധ്യതയുള്ളതിന് നമ്മളിവിടെ ഫെബ്രുവരി മാസത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സമയം നിങ്ങൾ വളരെയധികം സൂക്ഷിച്ചൊക്കെ മുന്നോട്ട് പോവുക. സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഇടയ്ക്ക് അല്പം ദുഃഖിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതൊന്നും വന്നു ഭവിക്കാതെ സന്തോഷമായി തന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടതാണ്. തുലാമാണ് അടുത്ത രാശി. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഉത്സാഹത്തിൻ്റെ സമയമാണ് വരാൻ പോകുന്ന ഫെബ്രുവരി മാസം. പുരോഗതിയുടെ സമയമാണ്. നല്ല വാർത്താശ്രവണം, നിങ്ങളുടെ കാതിന് ഇമ്പമേകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായി കേൾക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ ഏത് വാർത്ത കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്, നിങ്ങളുടെ ഹൃദയത്തിന് ആനന്ദം ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള വാർത്തകൾ ശ്രവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അസൂയാലുക്കളായ ആളുകൾ ചുറ്റിനുമുണ്ടോ എന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ വളർച്ച ഇഷ്ടപ്പെടാത്ത ചില ആളുകളുണ്ട്. അതായത് നിങ്ങൾ എപ്പോഴും നശിച്ച് കിടക്കണം എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ട് എന്നൊരു ബോധത്തിൽ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്
പ്രധാന കാര്യങ്ങളൊന്നും കൂടുതൽ ആരുമായി ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുമായി മാത്രം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ കുടുംബത്തിൽ നിന്ന് അങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. ബിസിനസ്സിൽ നേട്ടത്തിൻ്റെ സമയമാണ്. നിങ്ങളും ആരോഗ്യമൊന്ന് ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം കരുതൽ പുലർത്തേണ്ട സമയം കൂടിയാണ് തുലാം രാശിക്കാർക്ക് വരുന്ന ഫെബ്രുവരി മാസം. വൃശ്ചികമാണ് അടുത്ത രാശി. വിശാഖം അവസാന കാൽഭാഗം. അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജോലിയിൽ അല്പം സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സിൽ മത്സരബുദ്ധിയാവാം, പക്ഷേ ഒരുപാട് മത്സരങ്ങൾ കാണിച്ച് നമ്മുടെ കഴിവ് തെളിയിച്ച് വിജയത്തിലേക്ക് എത്തിയവരാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ അടിതെറ്റി വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ മറ്റൊരാളെ ഞാൻ വലിയവനാണ്, എല്ലാം ഇത് കഴിയും, ഞാൻ കാണിച്ചു തരാം എന്നൊരു മനോഭാവത്തോടു കൂടി സമീപിക്കാതിരിക്കുക. ചിലവ് കൂടുന്ന ഒരു സമയമാണ്. കഠിനാധ്വാനം വളരെയധികം വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് വൃശ്ചികം രാശിക്കാർക്ക് വരുന്ന ഫെബ്രുവരി മാസം. ധനുവാണ് അടുത്തത്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് അമിത ഉത്സാഹം, ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഇതുവരെ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഉത്സാഹക്കുറവ്, ആത്മവിശ്വാസക്കുറവ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു മാറുന്ന സമയമാണ്. എപ്പോഴും നിങ്ങൾ ശ്രമിക്കേണ്ടത് കാര്യം, ഈ 2025 ധനുരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ ഒരു കൈ അകലത്തിൽ നിർത്താൻ ശ്രമിക്കുക. തോളിൽ കൈയിട്ട് തന്നോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ഇതൊന്നും വേറെ ഒരാളുമായി ഷെയർ ചെയ്യാതിരിക്കുക. കാരണം എപ്പോഴും നമ്മൾ തോളിൽ കൈയിട്ട് നടക്കുന്ന ആൾ നമ്മുടെ നല്ല കാര്യങ്ങൾ കാക്ഷിക്കുന്ന ആളാകണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ ചില സമയങ്ങളിൽ അവൻ അല്ലെങ്കിൽ നമ്മൾക്ക് ദോഷകരമായ ഒരു സമയമാണെങ്കിൽ എത്ര അടുത്ത ബന്ധുവാണെങ്കിൽ പോലും ചിലപ്പോൾ അവനിൽ നിന്ന് മോശകരമായ ഒരു പ്രവൃത്തി ചിലപ്പോൾ നമുക്ക് വന്ന് ഭവിച്ചേക്കാം. അതുകൊണ്ട് നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ബഹുമാന്യതയൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. വിദേശ യാത്രാ ഭാഗ്യം. ധനു രാശിക്കാരെ ആളുകൾ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷത്തിൻ്റെ സമയമാണ് വരുന്ന ഫെബ്രുവരി മാസം. നിങ്ങൾക്ക് കടൽ കടന്ന് വിദേശത്തേക്ക് പോകാനുള്ളൊരു ഭാഗ്യം കൂടി കാണുന്നുണ്ട്. അമ്മയുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ധനുരാശിക്കാരായ മക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മ കൃത്യമായി മരുന്ന് കഴിക്കുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഒക്കെ ശ്രദ്ധിക്കേണ്ടത് നാട്ടുകാരല്ല, നിങ്ങൾ മക്കൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വളർത്തി 10 മാസം വയറ്റിൽ ചുമന്ന് വളർത്തിയ മാതാവാണ്. അവരുടെ ആഹാര കാര്യങ്ങൾ, മരുന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുമ്പോൾ അവരുടെ ആരോഗ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ വിട്ടു നിൽക്കാറുണ്ട്. കഴിച്ചോ എന്ന് ചോദിക്കും, കഴിച്ചെന്ന് പറയും, ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങളതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം കൃത്യതയോടെ നോക്കിക്കാണേണ്ട ഒരു സമയമാണ് ഈ ഫെബ്രുവരി മാസം. മകരമാണ് അടുത്ത രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണ് വരാൻ പോകുന്ന ഫെബ്രുവരി മാസം. സാമ്പത്തികമായി വളരെയധികം നേട്ടമുണ്ടാകും. അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ നിങ്ങളുടെ പ്രശ്നം എന്തെന്നാൽ കടം, ബാധ്യതകളൊക്കെയാണ്. ആ ബാധ്യതകളൊക്കെയും ഫെബ്രുവരി മാസത്തോടു കൂടി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാം തീർക്കാൻ എന്നല്ല, ഒരു 3/4% നിങ്ങൾക്ക് തീർക്കാനായി സാധിക്കും. കുടുംബത്തിൽ ഇപ്പോൾ ബാധിച്ചിട്ടുള്ള ദാരിദ്ര്യം പടികടന്ന് പോകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്ന ഫെബ്രുവരി മാസം. അതുപോലെ തന്നെ വളരെയധികം നേട്ടത്തിൻ്റെയും ഒരു ഐശ്വര്യത്തിൻ്റെ സ്വാധീനം കൂടുതലധികം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണ്. ഭൂമി അല്ലെങ്കിൽ കെട്ടിടം അല്ലെങ്കിൽ വാഹനം ഇതൊക്കെയും വാങ്ങിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കുംഭമാണ് അടുത്ത രാശി. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടത്തിൻ്റെ സമയമാണ് വരാൻ പോകുന്നത് ഫെബ്രുവരി മാസം. ധനമാർഗങ്ങൾ പലതും നിങ്ങളിലേക്ക് എത്തപ്പെടുന്നതാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ചില സമയത്ത് ആഗ്രഹിക്കും എന്താണ് ഒരു മാർഗം, സാമ്പത്തികം എങ്ങനെ മുന്നോട്ട് പോകാമെന്ന്. പക്ഷേ ഒരു രീതിയിലും ഒരു മാർഗവും തെളിഞ്ഞു വരുന്നില്ല. ഒരു അഡ്വൈസ് തരാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ തന്നെ പല കാര്യങ്ങൾ ഉണർത്തിച്ചു തരികയും അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഊർജ്ജം തോന്നുന്ന സമയമാണ്. ഒരു ഉന്മേഷം ഉണ്ടാകുന്ന ഒരു സമയം. നിങ്ങൾ ഊർജ്ജത്തോടെ ഉന്മേഷത്തോടെ ഇരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റിവിറ്റി, നിങ്ങളുടെ മനസ്സിലേക്ക് വളരെയധികം നല്ല ചിന്തകളും കൊണ്ടുതരുന്നതായിരിക്കും. വിദ്യാർത്ഥികളുടെ കാര്യമാണെങ്കിൽ വിദ്യാവിജയത്തിൻ്റെ സമയമാണ്. വിദേശ ഭാഗ്യത്തിനുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഫെബ്രുവരി മാസത്തിലെല്ലാം ഒന്ന് വേഗത്തിലൊന്ന് ചെയ്ത് തീർത്താൽ ഈ ഒരു ഫെബ്രുവരി, അതായത് ഈ ഒരു മാസം നമ്മുടെ അതിനുള്ളിൽ കടൽ കടന്ന് അക്കരെ എത്താനായി നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ്. മീനമാണ് അടുത്ത രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത്. അകന്ന് നിന്ന ബന്ധുക്കൾ, ആ ബന്ധുക്കളുടെ അകൽച്ച നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ആ ബന്ധുക്കൾ
അടുത്തേക്ക് വരാനും അവരുമായി വീണ്ടും സൗഹൃദത്തിൽ അല്ലെങ്കിൽ സന്തോഷത്തിൽ സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ്. പുണ്യക്ഷേത്ര ദർശനങ്ങൾ നടത്താൻ പറ്റിയ സമയമാണ്. നിങ്ങൾ എന്തെങ്കിലും നേർച്ചകൾ ഉണ്ടോ, മുടക്കിയിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് ചെയ്യാതെ മുടങ്ങിക്കിടപ്പുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് ആ നേർച്ച വേഗം ചെയ്യാനായി ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ സമയങ്ങളിലൊക്കെ വന്ന് ഭവിക്കുന്നുണ്ടെങ്കിൽ ആ നേർച്ച ചെയ്യാതെ കിടക്കുന്നതിൻ്റെ ഫലം, കാരണം നിങ്ങളൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് ദേവനോ ദേവിക്കോ ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ട്, ആഗ്രഹം നടന്നു കഴിഞ്ഞു, പക്ഷേ അത് നേർച്ച നിങ്ങൾ മറന്നുപോയി. അതിൻ്റെ ഫലമായി ഇപ്പോൾ നാളുകൾക്ക് ശേഷം പല ബുദ്ധിമുട്ടുകളും വരുന്നെങ്കിൽ ആ നേർച്ചയുടെ അല്ലെങ്കിൽ ചെയ്യാതിരുന്നതിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് ഒന്ന് ഓർത്ത് നോക്കൂ, എന്തെങ്കിലും ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നേർച്ചകൾ ചെയ്യുക. ഞാൻ എപ്പോഴും പറയും, എന്തെങ്കിലുമൊക്കെ നേർച്ചകൾ മനസ്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല, ഒരു ചെറിയൊരു ബുക്ക് എടുത്ത് അതിനകത്ത് എഴുതി സൂക്ഷിച്ചു വെക്കുക. കാരണം ചില സമയം നമ്മുടെ നേർച്ച പറഞ്ഞ് അത് ഫലിച്ചു കഴിയുമ്പോൾ ആ ഒരു ആനന്ദത്തിൽ മനുഷ്യനും അറിവിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പോയെന്നിരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് പിന്നീട് ചിലപ്പോൾ ദോഷങ്ങൾ, ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതയിലേക്ക് എന്തിനാണ് പോകുന്നത്? നമ്മൾ ദൈവത്തോടൊരു കാര്യം ആവശ്യപ്പെട്ടു, നമ്മൾ ഭക്തർക്ക് അദ്ദേഹം അത് സാധിച്ചു തന്നപ്പോൾ നമ്മൾ ഒരു പാലമിട്ട് അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. നമ്മൾ മനുഷ്യരുടെ കാര്യം പോലെ തന്നെയല്ലേ നമ്മൾ ദൈവങ്ങൾക്ക്. എന്നാലല്ലേ വീണ്ടും നമ്മളുടെ ആവശ്യം പറയുമ്പോൾ അദ്ദേഹത്തിന് അത് കേൾക്കണോ അതോ നിരസിക്കണോ എന്ന് ചിന്തിക്കേണ്ടതായി വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തോ നേർച്ച മുടക്കിയിട്ടുണ്ട്, അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറാൻ സമയമായിരിക്കുന്നു ഫെബ്രുവരി മാസം. എന്തെങ്കിലും നേർച്ചകൾ ഇങ്ങനെ മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കുക വേഗം. എന്നാലേ മാത്രമേ എന്തെങ്കിലുമൊക്കെ ബാധിച്ചിട്ടുള്ള ദുരിതങ്ങൾ, ശാരീരിക വൈഷമ്യങ്ങൾ ഒക്കെ നിങ്ങളെ വിട്ട് അകലുകയുള്ളൂ. അപ്പോൾ ഈ 12 രാശിക്കാരുടെയും ഫെബ്രുവരി മാസത്തിൻ്റെ മാസഫലമാണ് ഇവിടെ പറഞ്ഞു തന്നത്. നന്ദി.